നസ്ലിന്റെ മോളിവുഡ് ടൈംസ്. നസ്ലിന്റെ പടം എന്ന് പറയുന്നേക്കാളും ഫ്രം ദ ഡയറക്ടർ ഓഫ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് അഭിനവ് സുന്ദർ നായക്. അതുകൊണ്ടാണ് ഈ പടം കണ്ടത്. കാരണം മുകുന്ദൻ ഉണ്ണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. സിനിമക്കുള്ളിലെ സിനിമ, സിനിമക്കുള്ളിലെ സിനിമ, സിനിമക്കുള്ളിലെ സിനിമ. പണ്ടാരെ ഇതിനൊരു അന്ത്യം ഇല്ലേ? കഴിഞ്ഞ ഒരു മാസമായിട്ട് 4 പടമാണ് സിനിമയ്ക്കുള്ളിലെ സിനിമ മലയാളത്തിൽ നിന്ന് തന്നെ പുഴുങ്ങിയത് കണ്ടത്. ഇതപ്പൊ അടുത്തത്. മലയാള സിനിമയ്ക്ക് ഇത്രയും ദാരിദ്ര്യമോ, ഇത്രയും കണ്ടന്റ് ക്ഷാമോ? സിനിമ 2 രീതി കാണുന്നവരുണ്ട്. സിനിമ ഉയർ, എന്റെ ജീവിതം ഉള്ളതാണ്, സിനിമയിൽ കയറുന്നതാണ് എന്റെ അന്ത്യാഭിലാഷം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ. അവർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ സിനിമ കാണുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട്, സ്ട്രെസ് കളയാൻ, സ്ട്രെയിൻ കളയാൻ, ഓവർ തിങ്കിങ് കളയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ ജാതി ഓരോ പണ്ടാരം കണ്ടു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഡബിൾ ആയിട്ടാണ് കിട്ടുന്നത്. ഇതിൽ നസ്ലിന്റെ ക്യാരക്ടർ വിനീത് മാധവൻ മലയാളത്തിലെ ഏറ്റവും വലിയ സ്കയറിയസ്റ്റ് പടം പുഴുങ്ങാൻ നടക്കുന്ന ഒരു പ്രാന്തൻ വിത്ത് സം ഉണക്ക ഫിലോസഫി. ഒരു സൈഡ് നസ്ലിന്റെ വക വെറുപ്പിക്കൽ, അതിന്റെ ഇടയ്ക്കില് ഗോട്ടിലെ നമ്മുടെ വിജയണ്ണൻ വരുന്നുണ്ട്. അൺസഹിക്കബിൾ. സീരിയസ് ആയിട്ട് പറയാണ്, സംഗീത് പ്രതാപ് ചില പടത്തിലൊക്കെ അടിപൊളിയാണ്. ആൻഡ് ഇപ്പൊ ആയിട്ട് ഇഫ് വെറുപ്പിക്കൽ ഈസ് എൻ ആർട്ട്, യു ആർ ദ ആർട്ടിസ്റ്റ്. അങ്ങനെ എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ സംഗീത് പ്രതാപിന് കൊടുക്കണം. ഏത് പടം ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ക്വാളിറ്റി, വൺ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഇല്ല, ടെക്നിക്കലി കിഡു ആയിട്ടുള്ള പടം ആയിക്കോട്ടെ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സിനിമയ്ക്ക് വേണ്ട ബേസിക് കാര്യം ലൈഫാണ്. അതില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സിനിമയ്ക്കുള്ളിൽ സിനിമ പറഞ്ഞു പോകുന്ന സിനിമ തന്നെ ഉദയനാണ് താരം. ഞാൻ ഏറ്റവും കൂടുതൽ ഇരുന്ന് കണ്ടിട്ടുള്ള പടമാണ്. ഇപ്പോഴും ഞാനത് കാണാറുണ്ട്. ആ സിനിമയ്ക്കൊരു ലൈഫ് ഉണ്ട്, നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടും. ചത്തുപോയ ഒരു ഡെഡ് ബോഡിക്ക് റോളക്സ് കെട്ടി കൊടുത്തിട്ട് എന്ത് കാര്യം? ഒരു സിനിമയ്ക്ക് ലൈഫ് ഇല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അവസ്ഥ. ദാറ്റ്സ് ദ ബേസിക് തിങ്. ചിലപ്പോൾ ഇതിന്റെ ഡയറക്ടറുടെ ലൈഫിൽ നടന്ന കാര്യമായിരിക്കും, ആളുടെ ചിലപ്പോൾ ജീവിത കഥയായിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഐ ഡോണ്ട് ബ്ലഡി കെയർ. അത് പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ റേഷൻ കടയിൽ നിന്ന് അരിയൊന്നും കിട്ടില്ലല്ലോ. എല്ലാവർക്കും എല്ലാവരുടെ ലൈഫിലും കഷ്ടപ്പാടുണ്ട്, സിനിമാക്കാർക്ക് മാത്രമല്ല കഷ്ടപ്പാട്. ആൻഡ് പണ്ടൊക്കെ സിനിമയിൽ ക്യാമിയോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ക്യാമിയോ കാണാൻ വേണ്ടി മാത്രം സിനിമ കാണാൻ പോയിട്ടുണ്ട്. എന്നാൽ മലയാളം സിനിമയിൽ ക്യാമിയോ പറഞ്ഞിട്ട് കോമാളി കൂട്ടങ്ങളുടെ പേക്കൂത്താണ് കാണാനുണ്ട്. ബേസിൽ എവിടെ കോമാളി പടങ്ങളുണ്ടോ അവിടെ ബേസിലുണ്ട്. ഒരു സൈഡിൽ ബേസിൽ പൊന്മാൻ പോലത്തെ കിഡു പടങ്ങൾ ചെയ്തിട്ട് കോമാളി ക്യാരക്ടേഴ്സ് എരന്ന് പിടിക്കുകയാണ്. വിനീത് ശ്രീനിവാസൻ അടുത്തൊരു കോമാളിക്കൂട്ടം.